ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഗോൾസിൻ്റെ ഇടയിലും തമ്മിൽ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് സെൽഫ് ഡിസിപ്ലിൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരാൾ എത്രത്തോളം സെൽഫ് ഡിസിപ്ലിൻഡ് ആണോ, അയാൾക്ക് അത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യാനും സാധിക്കും. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന ഏതാനും ഹാബിറ്റ്സിനെ പറ്റിയാണ്. നമ്പർ 1, മേക്ക് എവറി ഡേ ഇമ്പോർട്ടൻറ്റ്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ ദിവസത്തിൻ്റെയും ഇമ്പോർട്ടൻസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നത്. സോ ഒരാളുടെ ലൈഫിലുള്ള ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അയാൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ലഭിക്കുന്ന മുഴുവൻ സമയത്തിൻ്റെ പകുതി ഭാഗവും അയാൾ യൂസ് ചെയ്യുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള പകുതി ഭാഗം മാത്രമേ അയാൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. സോ നമുക്കിവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ലഭിക്കുന്നുള്ളൂ. സോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ടൈമിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിരിക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ടൈമിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ലൈഫിലേക്ക് വാല്യൂസിനെ ആഡ് ചെയ്യും. ഒരു കാര്യത്തെയും നിങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി വയ്ക്കാതിരിക്കുക. കാരണം എപ്പോഴാണെങ്കിലും അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ടൈം അതൊരിക്കലും തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുമില്ല. സോ ഓരോ കാര്യങ്ങളും നിങ്ങൾ അതാത് സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളിൽ സെൽഫ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യും. സോ ഇതിലൂടെ മറ്റുള്ളവരെക്കാളും നിങ്ങൾക്ക് മുന്നിലെത്താനും സാധിക്കും. നമുക്ക് ഒരാഴ്ച 168 മണിക്കൂറുകളാണ് ലഭിക്കുന്നത്. സോ ഈ ഒരു ടൈമിനെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്ത് നമുക്കിവിടെ നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിരിക്കണം. ഈ ഒരു ഡിസിപ്ലിൻ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു 168 മണിക്കൂർ മാത്രമല്ല, ഒരു വർഷത്തിലെ 365 ദിവസം ലഭിച്ചാലും നിങ്ങളുടെ ലൈഫിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരാൻ പോകുന്നില്ല. സോ ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈമിനെ നിങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യുക. നമ്പർ 2, ആക്സെപ്റ്റ് ദ ചലഞ്ച്. ഫ്രണ്ട്സ്, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ നയിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ചലഞ്ചസിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഇങ്ങനെയുള്ള ചലഞ്ചസിനെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ചലഞ്ചസിന് ഭയപ്പെടരുത്. തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ ഫേസ് ചെയ്യുക തന്നെ വേണം. കാരണം ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചലഞ്ചസിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് അതിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നിങ്ങളിൽ ലേസിനെസ്, പ്രൊക്രാസ്റ്റിനേഷൻ തുടങ്ങിയിട്ടുള്ള ഈ ശീലങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ആർക്കാണോ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രാവശ്യം ഫെയിൽ ആവാനുള്ള ആ ഒരു ധൈര്യമുള്ളത് അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമ്മളിങ്ങനെ ഫെയിലിയേഴ്സിനെ ഭയന്നുകൊണ്ട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരാത്തത്. സോ ആക്സെപ്റ്റ് ദ ചലഞ്ചസ് ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് മാറണമെങ്കിൽ അവിടെ നിങ്ങൾ ചലഞ്ചസിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്പർ 3, ഫോളോ യുവർ റൂട്ടീൻ സ്ട്രിക്ട്ലി. ഫ്രണ്ട്സ്, നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതിനായിട്ട് നിങ്ങളുടെ ഒരു ഡേ നന്നായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകണം. കാരണം നിങ്ങളുടെ കംഫർട്ട് സോണിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ മൈൻഡ് ഒരുപാട് എക്സ്ക്യൂസുകളെ കണ്ടെത്തും. ഇതെന്നുള്ളത് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു ബയാസ് ആണെന്ന് പറയാൻ സാധിക്കും. സോ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്ന് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് വളരെ പോസിറ്റീവാക്കി മാറ്റുക. ഇതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ്, കോട്ട്സ്, അഫർമേഷൻസ് ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വയ്ക്കാവുന്നതാണ്. നമ്പർ 4, പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത് നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മാത്രമല്ല സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടും ഇരിക്കാൻ സഹായിക്കും. ബട്ട് ഫ്രണ്ട്സ്, എപ്പോഴും നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചില സമയത്ത് നമ്മുടെ ലൈഫ് വളരെ നല്ലതായിരിക്കും, എന്നാൽ ചില സമയത്ത് നമ്മുടെ ലൈഫ് വളരെ മോശമായിരിക്കും. ഇത്തരത്തിൽ അപ്സ് ആൻഡ് ഡൗൺ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതെന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. സോ നമ്മൾ നെഗറ്റീവ് സിറ്റുവേഷനിലും പോസിറ്റീവ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാൻ പഠിക്കണം. കാരണം നെഗറ്റീവ് തിങ്കിങ് എന്നുള്ളത് ഒരുപാട് കൺഫ്യൂഷൻസിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. സോ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യാൻ തുടങ്ങും. എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലും നമുക്ക് ഒരു ഹോപ്പ് നൽകുന്നത് അത് ഈ ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്.
നിങ്ങൾ എത്രത്തോളം ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ചെയ്യുന്നോ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കും. പോസിറ്റിവിറ്റി എന്നുള്ളത് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ മാത്രമല്ല നമ്മുടെ നല്ല ആരോഗ്യത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കാണെങ്കിലും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമ്പർ 5, അഡ്മിറ്റ് യുവർ മിസ്റ്റേക്സ്. ഫ്രണ്ട്സ്, ലൈഫിൽ മിസ്റ്റേക്സ് സംഭവിക്കുക എന്നുള്ളത് അത് വളരെ സർവ്വസാധാരണമാണ്. ബട്ട് ഇങ്ങനെ സംഭവിക്കുന്ന മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങളെ പഠിക്കാനും നമ്മളെ സ്ട്രോങ് ആക്കാനും നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാത്തതാണ്. കാരണം ഒരാളുടെ ലൈഫിലെ ഏറ്റവും നല്ല ടീച്ചർ എന്നുള്ളത് അത് അയാൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിരിക്കുന്നത് യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് യുവർ ബെസ്റ്റ് ടീച്ചർ എന്നാണ്. സോ ആരാണോ അവർ ചെയ്ത മിസ്റ്റേക്സിൽ നിന്ന് കാര്യങ്ങൾ ലേൺ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവർക്ക് വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഒരാൾ അയാളുടെ ലൈഫിൽ ഒരു മിസ്റ്റേക്കും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ലൈഫിൽ അയാൾ ഒന്നും തന്നെ പുതിയതായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ ലൈഫിൽ ഒരാൾക്ക് വളരാൻ സാധിക്കണമെങ്കിൽ അയാൾക്ക് മിസ്റ്റേക്കുകൾ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കൽ ചെയ്ത തെറ്റ് വീണ്ടും റീപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്പർ 6, കീപ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ മേലെയുള്ള വിശ്വാസം നിങ്ങൾ ഒരിക്കലും കൈവിടാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവർ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരിക്കലും തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളിലുള്ള സെൽഫ് ബിലീഫ് മാത്രമേ നിങ്ങളെ വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എബിലിറ്റീസിൽ സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക? ലൈഫിൽ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കും, റിജക്ഷൻസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ഇവിടെയൊക്കെ നിങ്ങളുടെ മേലെയുള്ള വിശ്വാസമാണ് നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ക്യാപ്പബിൾ ആക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ അൺസക്സസ്ഫുൾ ആയിരിക്കാം, ബട്ട് നാളെ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. ബട്ട് ഇവിടെ നിങ്ങളുടെ സെൽഫ് ബിലീഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്പർ 7, സെറ്റ് എ ക്ലിയർ കട്ട് ഗോൾ. ലൈഫിൽ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോള് നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു വ്യക്തമായിട്ടുള്ള ഗോള് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് മാറാൻ സഹായിക്കും. സോ നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ വിഷൻ നിങ്ങൾ തയ്യാറാക്കുക. അതിനുശേഷം ആ ഒരു ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹൈലി റെസ്പോൺസിബിൾ ആയിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.